മറ്റുള്ളവരുടെ വാക്ക് കേട്ട് സ്വന്തം മൂല്യത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും സംശയിച്ചിട്ടുണ്ടോ? ആരോ പറഞ്ഞ ഒരു നെഗറ്റീവ് വാക്ക് മനസ്സിൽ തങ്ങി നിന്ന് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർത്തിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് ഈ സത്യം തിരിച്ചറിയുക. മറ്റുള്ളവരുടെ വാക്ക് ശക്തി ലഭിക്കുന്നത് നിങ്ങൾ അത് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ്. കളിമണ്ണും കുശവനും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലെ കളിമണ്ണാണ്. കുശവനായ മരിയ താനുണ്ടാക്കിയ ലളിതമായ ഒരു പാത്രത്തെ ധനികനായ വ്യാപാരി പരിഹസിച്ചപ്പോൾ ഭയന്നുപോയി. അവൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അനാവശ്യമായ അലങ്കാരങ്ങളോടെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഭയത്തിൽ നിന്ന് സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെ അവളുടെ ഉള്ളിലെ സന്തോഷവും സമാധാനവും പൂർണ്ണമായി നഷ്ടമായി. എന്നാൽ പിന്നീട് വന്ന ഒരു പ്രായമായ സ്ത്രീ അവൾക്ക് സത്യം കാണിച്ചു കൊടുത്തു. ആരെങ്കിലും ഈ പാത്രത്തെ മോശമെന്ന് വിളിച്ചാൽ ഇതിൽ വെള്ളം കൊള്ളാതാകുമോ? തീർച്ചയായുമില്ല. വ്യാപാരിയുടെ വാക്കുകൾ കളിമണ്ണിനെയോ മരിയയെയോ കഴിവിനെയോ മാറ്റിയില്ല. അവ അവളുടെ ചിന്തകളെ മാത്രമാണ് മാറ്റിയത്. മരിയ തൻ്റെ കണ്ണടയ്ക്ക് മുന്നിൽ നിന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ഭയത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നും സത്യസന്ധതയിൽ നിന്നും വീണ്ടും സൃഷ്ടിക്കുവാൻ തുടങ്ങി. പിന്നീട് അതേ വ്യാപാരി തിരികെ വന്ന് അവളുടെ പാത്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചപ്പോഴും അവൻ്റെ പ്രശംസയിൽ അവൾ അഹങ്കരിച്ചില്ല. അവൾ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായമല്ല എൻ്റെ മൂല്യം തീരുമാനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട 3 വലിയ സത്യങ്ങളുണ്ട്. ഡയമണ്ട് എപ്പോഴും ഡയമണ്ട് തന്നെയാണ്. ആരെങ്കിലും അതിനെ വെറുമൊരു സാധാരണ കല്ലായി തെറ്റിദ്ധരിച്ചാലും അതിൻ്റെ മൂല്യം കുറയുന്നില്ല. മനുഷ്യർക്ക് അവരവരുടേതായ കാഴ്ചപ്പാടുകൾ മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ കഴിയുള്ളൂ. എന്നാൽ അതൊന്നും നിങ്ങളുടെ യഥാർത്ഥ മൂല്യത്തെ മാറ്റുന്നില്ല. വിമർശനങ്ങൾ നിങ്ങളെ ചെറുതാക്കില്ല. ലോകത്തിൽ ചിന്തിക്കാതെ സംസാരിക്കുന്നവരിലും മറ്റുള്ളവരെ ചെറുതാക്കാൻ ശ്രമിക്കുന്നവരിലും നിറഞ്ഞതാണ്. മറ്റുള്ളവരുടെ ശബ്ദം നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ശബ്ദത്തേക്കാൾ ഉറക്കെ കേൾക്കാൻ അനുവദിക്കരുത്. കണ്ണാടി സത്യം മാത്രമേ കാണിക്കൂ. ഒരു കണ്ണാടി ക്രൂരമായ വാക്കുകൾ ആവർത്തിക്കുന്നില്ല. അത് നിങ്ങളുടെ യഥാർത്ഥ രൂപത്തെ മാത്രം പ്രതിഫലിക്കുന്നു. 10 ദിവസത്തെ പ്രതിജ്ഞ. നാളെ രാവിലെ മുതൽ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ 10 സെക്കൻഡ് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഈ സത്യങ്ങൾ സ്വയം പറയുക. ഞാൻ വിചാരിച്ചതിനേക്കാൾ ശക്തിയാണ്. എൻ്റെ ഹൃദയം ദയയുള്ളതാണ്. ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഞാൻ ദിവസവും വളരുകയാണ്. മറ്റുള്ളവർ വിശ്വസിക്കുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ ആ സത്യം അറിയുന്നത് കൊണ്ടാണ് ഇത് പറയേണ്ടത്. അടുത്ത 10 ദിവസത്തേക്ക് ഇത് തുടരുക. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശക്തമാകുമെന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. നിങ്ങളെ നിർവചിക്കുവാൻ ഒരു മനുഷ്യനും അനുവാദം നൽകരുത്. നിങ്ങളുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നിങ്ങൾക്ക് നൽകിയ സ്വന്തം മൂല്യത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ശക്തി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. ആ വൃദ്ധ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരെങ്കിലും ഈ പാത്രം വൃത്തികെട്ടത് എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം കൊള്ളാതിരിക്കുമോ? അതിന് വിലയില്ല എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുമോ? ആ വ്യാപാരിയുടെ വാക്കുകൾ കളിമണ്ണിനെയോ മരിയയോ കഴിവിനെയോ മാറ്റിയില്ല. അവ അവളുടെ ചിന്തകളെ മാത്രമാണ് മാറ്റിയത്. ഒരു അപരിചിതൻ്റെ മോശം വാക്കുകൾ അവൾ തൻ്റെ സന്തോഷത്തിൽ താക്കോൽ കൈമാറുകയായിരുന്നു. ഇന്ന് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. 100 നല്ല വാക്കുകൾ മറന്ന് എന്തിനാണ് നിങ്ങളെ വേദനിപ്പിച്ച ഒരു വാക്ക് മാത്രം നിങ്ങൾ ഓർക്കുന്നത്? സത്യമായത് വിശ്വസിക്കുക, ഉച്ചത്തിൽ കേൾക്കുന്നത് അല്ല. മനുഷ്യരുടെ അഭിപ്രായങ്ങൾ താൽക്കാലികമാണ്, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ മൂല്യവും ലക്ഷ്യവും ഒരിക്കലും മാറുന്നില്ല. ഭയത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് പ്രവർത്തിക്കുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം മാറ്റാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം തിരിച്ചറിയുക. നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ശക്തിയും സേവനത്തിനും വേണ്ടിയാണ്, അല്ലാതെ ലോകത്തിൻ്റെ മുൻപിൽ വെറുതെ പ്രദർശിപ്പിക്കപ്പെടുവാൻ വേണ്ടിയല്ല. മറ്റുള്ളവരുടെ മുൻവിധികൾ നിങ്ങളുടെ ഉള്ളിലെ നന്മകൾ നശിപ്പിക്കുവാൻ അനുവദിക്കരുത്. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. മനസ്സിൽ സമാധാനത്തോടെ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങൾക്ക് നൽകിയ കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്കും
പരിഹാസങ്ങളുടെ മുമ്പിലും തകർന്നു പോകാതിരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.